അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ക്ലസ്റ്റർ ഓഡോമീറ്ററും ട്രിപ്പ് നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ന്യൂട്രലിൽ വരുന്നത് ടാങ്കിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി അത്യാവശ്യം സ്മൂത്താണ്. പൾസർ 150 എഞ്ചിൻ തന്നെയാണ് വരുന്നത്. നമുക്ക് വണ്ടി എടുക്കാം. പവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പൾസറിൻ്റെ അത്രയും പവറല്ല. പവർ ഫിഗേഴ്സിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് അടുത്ത് കയറി പോകുന്ന ഇനീഷ്യൽ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ക്രൂയിസർ ബൈക്ക് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സഡൻ പിക്കപ്പും പവറല്ല ഇലക്ട്രിക്. കുറച്ചുകൂടി ടോർക്കും പിന്നെ ഹൈ സ്പീഡ്സിൽ കുറച്ച് സ്റ്റേബിളായിരിക്കുക എന്നുള്ളതാണ് ഈ വണ്ടിയുടെ മെയിൻ ഒരു ഹൈലൈറ്റ്. അത് തന്നെയാണ് നമുക്ക് കംഫർട്ടാണ്. ലോങ് റൈഡ്സിൽ ബാക്ക് പെയിനോ ഹാൻഡ് പെയിനോ ലെഗ് പെയിനോ ഒന്നും ഫീൽ ചെയ്യില്ല. ലെഗ് ആണെങ്കിലും നമുക്ക് നല്ലപോലെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഹാൻഡ് ആണെങ്കിലും ഫുൾ സ്ട്രെച്ചാണ്. ഹാൻഡിലേക്ക് നമുക്ക് യാതൊരു തരത്തിലുള്ള ലോഡൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ബാക്ക് പെയിനും വരുന്നില്ല. സീറ്റ് ഭയങ്കര കുഷ്യണ്ടാണ്. ബാക്ക് സീറ്റ് ഇച്ചിരി നേരമാണ്, പക്ഷേ ഫ്രണ്ട് സീറ്റ് ഭയങ്കര വൈഡാണ്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബുള്ളറ്റിനേലും വൈഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് ഈ വണ്ടിയിലുണ്ട്. നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു കംഫർട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഹൈറ്റ് കൂടിയൊക്കെ ഒരാളെങ്കിൽ നമ്മൾ ഒരു ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'6" എനിക്ക് മാനേജബിളാണ്. കുറച്ചുകൂടി ഹൈറ്റ് ആണെങ്കിൽ ഈ ഒരു മുട്ട് വന്നിട്ട് ഹാൻഡിൽ ഇടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് വണ്ടി പ്രിഫർ ചെയ്യില്ല. കാരണം ഇത് 150 സ്ട്രീറ്റാണ്, 150 ക്രൂസും ഉണ്ട്. അപ്പോൾ 150 സ്ട്രീറ്റിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈക്ക് വീൽസ് ഫോക്ക് വീലിന് പകരം അലോയ് വീൽ തന്നെയാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയർസ് ഇടാൻ പറ്റും. ഹാൻഡിൽസ് കേർഡ് ഹാൻഡിലിന് പകരമായിട്ട് സ്ട്രെയിറ്റ് ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നുന്നത് ഈ ഹാൻഡിൽസാണ്. കാരണം സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇത്തിരി ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ലോക്കൽ റോഡിൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ വണ്ടിയിൽ ഒരു കണ്ണാടൊക്കെ മാറ്റി ഞാനൊരു സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. ഇപ്പോൾ നമുക്ക് അധികം റേറ്റ് ആയിട്ടില്ല. ഈ ഒരു റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ബൈക്കാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവെഞ്ചർ എടുക്കാൻ പോയപ്പോൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു. പക്ഷേ ഒരു 30% പോസിറ്റീവും ഒരു 70% നെഗറ്റീവാണ് കേട്ടത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഒരു യൂസറുടെ അടുത്ത് വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയത്. അപ്പോൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു വണ്ടി എടുക്കേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രീവിയസ്ലി യൂസ് ചെയ്തിട്ട് ആളുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മെയിൻലി കണ്ടെത്തേണ്ട കാര്യം നല്ല വർക്ക്ഷോപ്പുകൾ കണ്ടുപിടിക്കണം. എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്ക്ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് വേണം. വർക്ക്ഷോപ്പ് എല്ലാവരും ഈ വണ്ടി എടുക്കില്ല. അത് ആ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനം ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് ഈ വണ്ടി പോയി എടുക്കണം തന്നെ. അപ്പോൾ നമ്മൾ നല്ലൊരു വർക്ക്ഷോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇതിന് കംപ്ലയിൻറ്റ് അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാറില്ല. ഇപ്പോൾ പൾസറിന് വരുന്ന സെയിം കംപ്ലയിൻറ്റ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ സിംഗിൾ യൂസ്ഡ് ആണെങ്കിൽ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. മൾട്ടി യൂസ്ഡ് ആകുമ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് പൊളിയുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ ലീക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ ഇത്തിരി ടൈമിംഗ് ചെയ്ത് സൗണ്ടൊക്കെ പെട്ടെന്ന് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ പൾസറിന് വരുന്ന കോമൺ ഇഷ്യൂസ് എല്ലാം ഇതിനും വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് വേറെ ഇഷ്യൂസൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം പാർട്സ് കോസ്റ്റ് കുറവാണ്. പാർട്സിന് ഈ ഹോണ്ടയുടെ വണ്ടികളുടെ അത്ര ക്വാളിറ്റി ഇല്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു കാർബറേറ്റർ ഞാൻ ഇതിൻ്റെ കാർബറേറ്റർ ചേഞ്ച് ചെയ്തിരുന്നു. കാർബറേറ്റർ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 2800 ജസ്റ്റ് അത്ര വരുന്നുള്ളൂ. ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും അവൈലബിൾ ആണ് ഇതിൻ്റെ പാർട്സ്. പൾസറിൻ്റെ പാർട്സ് ഒരുപാട് സ്യൂട്ടാവുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു ബെസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 60-70 ആണ്. ക്രൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പീഡ്. ഞാനും നോർമൽ ഓടിക്കുന്ന ഒരു സ്പീഡ് തന്നെയാണ്. അതിന് മേലേക്ക് ഓക്കെ ആണെന്ന് വെച്ചാൽ കയറും, കുഴപ്പമൊന്നുമില്ല, കയറിക്കോളും. പക്ഷേ ശക്തമായ വൈബ്രേഷൻ വരുന്നുണ്ട്. 60-70 നമുക്ക് തീരെ ആവശ്യമൊന്നുണ്ടായിരുന്നില്ല. കൈപ്പിക്കൊന്നും വൈബ്രേഷൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാനിതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡർ ഒരു 50 കടന്നാൽ പിന്നെ അതിൻ്റെ വൈബ്രേഷൻ്റെ ബഹളമാണ്. BS6 വരുന്ന സ്പ്ലെൻഡർ. അപ്പോൾ
VS6 വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് പവർ പെട്രോളാണ്. നമ്മളെ കാർബറേറ്റർ മാറ്റിയപ്പോൾ തൊട്ട് നമ്മൾ പവർ പെട്രോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. HP എഞ്ചിൻ ഓയിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 48-53 ആ റേഞ്ചിൽ നമുക്ക് ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോളിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു 6 രൂപ വരെ വ്യത്യാസം വരുന്നുള്ളൂ. ഞാനത് പിന്നെ മാക്സിമം നമ്മൾ ഒരു 1/4 ടാങ്കിന് മേലെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് പ്രോബ്ലം നമുക്ക് ഇടയ്ക്ക് കാണിക്കുന്ന കാരണമാണ് നമ്മൾ ചെയ്തത്. പിന്നെ എൻ്റെ ടയേഴ്സ് വരുന്നത് ബാക്കിൽ 15 ഇഞ്ചാണ്, വളരെ ചെറിയ ടയറാണ്. ഫ്രണ്ടിൽ വരുന്നത് 17 ഇഞ്ച്. ബാക്കിൽ ടയർ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ടിൽ ടയറാകുമ്പോൾ കുഴപ്പമില്ല, നോർമൽ സൈസ് തന്നെയാണ് വരുന്നത്. ബാക്കിൽ ടയറിൻ്റെ വീതി കൂടുതലാണ്, അതിൻ്റെ ടയർ സൈസും കുറവാണ്. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ഉണ്ടാവും. അപ്പോൾ എനിക്കും വലിയ ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഒന്നും മാറേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ലേ. ചെറുതായിട്ട് വലിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചെയിനൊന്ന് ടൈറ്റ് ചെയ്ത് വിടാം. അത് മാത്രം ചെയ്താൽ പിന്നെയും കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ വേറെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇപ്പോൾ 1-1.5 മാസത്തോളം ഈ വണ്ടി യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ഔട്ട് സൈഡ് വ്യൂ. ഇത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കളറാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ലെങ്ത്താണ്. ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ ബൈക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് കൂടുതലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വീലും അതുപോലെ എൻജിൻ ഇരിക്കുന്ന ആ ഒരു ഫ്രെയിമും തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല കൂടുതലാണ്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്. എൻ്റെ ഒരു മുട്ടിൻ്റെ ഒക്കെ ഒരു ഹൈറ്റാണ് ഇതിന് സീറ്റിന് വരുന്നുള്ളൂ. ബാക്ക് സീറ്റിനാണെങ്കിൽ ഹൈറ്റ് കുറവാണ്. പിന്നെ ഇതിൽ സാരി ഗാർഡ് വരുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫുഡ് റെസ്റ്റ് വരുന്നില്ല. നോർമലി നമുക്ക് ഫോർവേഡ് ഇരിക്കുമ്പോൾ ചവിട്ടാൻ പറ്റിയ ഫുഡ് റെസ്റ്റാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേറെ എൻജിൻസ് പരമായിട്ടുള്ള വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്യാനുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് ഈ വണ്ടി മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അവഞ്ചറിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് 17 ഇഞ്ചും ബാക്ക് ടയേഴ്സ് വരുന്നത് 15 ഇഞ്ചാണ്. ഈ 15 ഇഞ്ചായ കാരണമാണ് ഈ ടയർ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ താക്കോലിടുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ ഓൺ പൊസിഷനാണ്. ഇതല്ലാണ്ട് ഇവിടെ ഒരു എൻജിൻ സ്വിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് ഇതിലാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിലായിരിക്കും ന്യൂട്രൽ. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ബാറ്ററി വാർണിങ്ങും ഹൈ ബീമും വരുന്നുണ്ട്. ഫ്യൂവൽ ഇട്ടൊക്കെ സോഫ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിലാണെന്നുണ്ടെങ്കിൽ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ അതുപോലെ നമുക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ബൈക്കിൻ്റെ ഹെഡ് ലാമ്പ്സ് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു LED ടൈപ്പ് കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ള ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ അതല്ലാണ്ടൊരു വൈസറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലുക്കിന് നമ്മൾ കുറച്ചും കൂടി മോഡലേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഒന്നും കൂടി ലുക്ക് ആക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാളയിലുള്ള മിറാക്കിളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ വണ്ടി വാങ്ങിയ ഒരാൾ, ഇതിന് മുമ്പ് വണ്ടി ഉണ്ടായിരുന്ന ആൾ എൻ്റെ കണ്ണാടയൊക്കെ മാറ്റിയിട്ട് ഹിമാലയൻ്റെ ടൈപ്പ് കണ്ണാടയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു 25,000 to 30,000 ബഡ്ജറ്റിലാണ് നമ്മളൊരു വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നോക്കി ചൂസ് ചെയ്യാവുന്ന വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പർലി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കംപ്ലയിൻസ് ഒക്കെ നോക്കി അധികം ഓണർഷിപ്പ് ഒന്നും ഇല്ലാത്ത അധികം ഓട്ടോ ഒന്നും ഇല്ലാത്ത വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ് അവഞ്ചർ. അപ്പോൾ നിങ്ങൾ വണ്ടികൾ ചൂസ് ചെയ്യാൻ നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അതായത് നമുക്ക് വെറുതെ മിസ്സാക്കി കളയണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോ ഡീൽസ്. ബൈ ബൈ.